ഹായ്. ഞാനിന്ന് വന്നത് ഇന്നലെ ഇവിടെ എറണാകുളത്തുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളിൽ എത്ര പേര് അത് കണ്ടിട്ടുണ്ടെന്ന് അറിയില്ല. അതായത് US ബേസ്ഡ് കമ്പനിയായ കോറോ ഹെൽത്ത് എന്നുള്ള കമ്പനി എറണാകുളത്തും കാലിക്കറ്റും ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു. അത് ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് അതിലത്തെ എംപ്ലോയീസിനെ മൊത്തം പിരിച്ചുവിട്ടു. ഇതിനെക്കുറിച്ച് പറയാൻ എനിക്കെന്താ യോഗ്യത എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അതിലൊരു എംപ്ലോയി ആയിരുന്നു ഞാനും. കഴിഞ്ഞ 2 വർഷക്കാലമായിട്ടും ഞാൻ ഈ കമ്പനിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇതൊരു മെഡിക്കൽ കോഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇന്നലെ ഇത്രയും പേര് ഒരുമിച്ച് പിരിച്ചുവിടാനുള്ള കാരണം ഇവർ പറയുന്നത് ഈ കമ്പനി നഷ്ടത്തിലാണെന്നുള്ളതാണ്. അങ്ങനെ നഷ്ടത്തിലുള്ള ഒരു കമ്പനി ആണെന്നുണ്ടെങ്കിൽ ഈ എംപ്ലോയീസിനെ ഇത് ഒരു മാസം മുമ്പ് അറിയിക്കേണ്ടതാണ്. ഒരു മാസം മുമ്പെങ്കിലും ചുരുങ്ങിയത് അറിയിക്കണം. എന്നിട്ട് അതായത് ഒരു ദിവസം രാവിലെ വന്ന് വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വന്നിട്ട് HR ഒക്കെ വന്ന് ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക സ്ഥിതി അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയുള്ളൂ. കാരണം നമുക്ക് ഒരു ജോലി എന്ന് പറയുമ്പോൾ അതിന് നമ്മൾ ബാധ്യതകൾ ഒരുപാടുണ്ടാവും. അപ്പോൾ ആ ബാധ്യതകളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോലിക്ക് പോകുന്നത്. പിന്നെ EMIs കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഒരു ദിവസം കൊണ്ട് ജോലി പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത ഇപ്പോൾ അടുത്ത മാസം എന്ത് ചെയ്യുന്നുള്ളതായിരിക്കും. ഇപ്പോൾ എല്ലാവരും ചോദിക്കും അടുത്ത വേറെ ജോലി കിട്ടില്ലേന്ന്. പക്ഷെ വേറെ ജോലി കിട്ടുന്നതിന് ഒരു സമയമുണ്ട്. ഇവർക്കത് മുന്നേ കൂട്ടി പറഞ്ഞിട്ടെങ്കിൽ നമുക്ക് ഏതോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാനോ അങ്ങനെ ഉള്ളതിനോ പറ്റുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യൽ നടക്കില്ല. കാരണം നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് കയറി കഴിഞ്ഞാൽ ടൈം ശരിക്കും 9 to 6 പക്ഷെ 6 മണിക്ക് ഒരിക്കലും ഇറങ്ങാൻ പറ്റില്ല. നമ്മുടെ വർക്ക് കഴിയില്ല ടൈമിൽ. അപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്യും. ഞാൻ അവിടെ നിന്ന് 9:30 വരെ ഇരുന്ന ടൈം ഉണ്ടായിട്ടുണ്ട്. അത്രയും ഒരു ടാർഗറ്റ് തരും. ഇപ്പോൾ കമ്പനിക്ക് റൂളുള്ളത് നമ്മൾ അവിടെ പ്രൊഡക്ഷനും ക്വാളിറ്റി ഉണ്ട്. ഈ 2 കാറ്റഗറിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പിപ്പിലിടാനും പിപ്പിന്ന് പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ട് പിപ്പിന്ന് പിന്നെയും റിമൂവ് ചെയ്യാനുള്ളൊരു ഓപ്ഷനൊക്കെ ഉണ്ട്. അതായത് ആദ്യം പിപ്പിലിടും, അതിനുശേഷം 2 ആഴ്ച നോക്കും. ആ 2 ആഴ്ച ഉള്ളിലും നമ്മുടെ പെർഫോമൻസ് ഗുഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അവർ റിമൂവ് ചെയ്യും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് എല്ലാ എംപ്ലോയീസിനും അറിയുന്ന കാര്യമാണ്. പക്ഷേ അതങ്ങനെയൊന്നും അല്ലാണ്ട് എംപ്ലോയീസിൻ്റെ ഒരു കുറ്റമല്ലാണ്ട് ഒറ്റയടിക്ക് ഒരു ദിവസം വന്നിട്ട് ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണെന്നാണ് പറയുന്നത്. ഇതിലിപ്പോൾ ഇന്നലെ എനിക്ക് വാക്കുകൾ കിട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇത് പറയാൻ. കാരണം നമ്മൾ അനുഭവിച്ചൊരു കാര്യമായതുകൊണ്ട് അത് പറഞ്ഞ് അത് എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം വരെയും വർക്ക് ചെയ്ത് രാവിലെ പോയി അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളോട് സിസ്റ്റർ ഷട്ട് ഡൗൺ ചെയ്ത് വരാൻ പറഞ്ഞ്. എന്നിട്ട് HR ക്യാബിനിൽ പോയപ്പോൾ HR പറഞ്ഞു ഇത് നിങ്ങളുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ അതിൻ്റെ കാരണം പറയുന്നത് ഈ പറഞ്ഞ പോലെ കമ്പനി നഷ്ടത്തിലാണെന്നുള്ളത്. പക്ഷേ എന്നിട്ട് അവരവിടുന്ന് കാണിച്ച ഒരിത്, അതായത് ഒരുമാതിരി നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് നമ്മളവിടുന്ന് ഒഴിവാക്കിയ പോലെയാണ് അവരുടെ പെരുമാറ്റം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് ടാഗ് ഊരി വാങ്ങി. നമുക്ക് ടാഗ് ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ആക്സസ് ഉള്ളൂ ഓരോ ഫ്ലോറിലും. അപ്പോൾ അവിടുന്ന് നമുക്ക് ഒരുപാട് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് ഈ പേപ്പേഴ്സിലൊക്കെ സൈൻ ചെയ്യിപ്പിച്ച് നമ്മളെ ഒരു റിമൂവ് ചെയ്യാന്നുള്ള രീതിയിൽ ചെയ്തു. അതായത് എനിക്ക് ഇതൊക്കെ തന്നിട്ടുണ്ടായിരുന്നു, അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റൊക്കെ തന്നു. എന്നിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു, അതായത് അവിടെ നമുക്ക് മുകളിൽ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരുപാട് ടൈം നമ്മൾ അവിടെ ഇരുന്നാണ്. അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കാനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അനുമതി പോലും അവിടെ തന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമുക്കൊരു ബാത്റൂം പോകാൻ വേണ്ടി പോകണം, അവരുടെ പെർമിഷൻ എടുത്ത് പിന്നാലെ ഒരാൾ വന്നിട്ട് ചരത്ത ഒരാൾ കൂടെ വന്ന് അഡ്മിൻ ടീമിലത്തെ ഒരാളും കൂടെ വന്ന് നമ്മളെ ഒരുമാതിരി ഈ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന രീതിയിൽ. ഇപ്പോൾ ഒരു കുറ്റവാളീനെ കൊണ്ടുപോകുന്ന ടൈമിൽ ബാത്റൂമിലേക്കൊക്കെ പോകുന്ന ടൈമിൽ കുറ്റവാളിയുടെ കൂടെ പോലീസ് എപ്പോഴും ഉണ്ടാവും. ആ ഒരു രീതിയിൽ ഒരു അഡ്മിനിലത്തെ ഒരാൾ നമ്മുടെ കൂടെ നിന്നിട്ട് ബാത്റൂമിൻ്റെ പുറത്ത് അവർ നിൽക്കും. അതായത് നമ്മൾ മറ്റൊരാളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല. അതാണ് അവരുടെ ആവശ്യം. നമ്മളവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഒരാളെപ്പോഴും ഉണ്ടാവും. അങ്ങനെ വന്ന് നമ്മളെന്തോ വലിയ കുറ്റം ചെയ്തിട്ട് നമ്മളവിടെ നിന്ന് ഒഴിവാക്കുന്ന രീതിയിൽ അത്രയും കാലം ആ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തതാണ്. എന്നുവെച്ചാൽ അത്രയും 9 to 6 അല്ലാണ്ട് 9 o'clock വന്ന് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത ഒരുപാട് ദിവസങ്ങളുണ്ട്. കൂടുതൽ ദിവസങ്ങൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യാറുണ്ട്. പിന്നെ ശനി ഞായറും ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ കാരണം അത്രയും പ്രഷർ അവിടെ ഉണ്ടാവാറുണ്ട്. നമുക്ക് ക്വാളിറ്റിയും പ്രൊഡക്ഷനും എല്ലാം നോക്കണം. അപ്പോൾ അത്രയും നമുക്കിത് തന്നിട്ട്
പ്രഷർ നിന്ന് നമ്മളവിടെ വർക്ക് ചെയ്തിട്ട് ഒരു ദിവസം നമ്മളൊരു കുറ്റവാളിയെ പോലെ അവിടെ നിന്ന് ഇറങ്ങിപ്പോരേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇത് ഇപ്പോൾ ഇന്നലെ ഇതെല്ലാം ഇവരുടെ ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ തിങ്കളാഴ്ച ഒരു ചർച്ച ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി എന്താ തീരുമാനിക്കുക എന്നുള്ളത് അറിയില്ല. ഇതാണ് ഇപ്പോഴത്തെ കാര്യം. പിന്നെ ഇതിൻ്റെ ഒരു അടുത്ത ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ, ഈ മെഡിക്കൽ കോഡിങ് സർവ്വവ്യാപകമായിട്ട് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഒരു കോഴ്സായിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ 3 മാസത്തെ കോഴ്സാണ്. പിന്നെ ഇതിൻ്റെ യോഗ്യത പറയുന്നത് ഡിഗ്രി മാത്രമാണ്. അപ്പോൾ ഇങ്ങനെ പഠിച്ചിറങ്ങുമ്പോൾ, അതായത് ഇത് പഠിക്കാൻ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ഉണ്ട് ഫീസായിട്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ അതിനൊരു എക്സാം ഉണ്ട്. എക്സാമിന് നല്ല എമൗണ്ട് വരുന്നുണ്ട്. ഈ എക്സാം പാസ്സായി കഴിഞ്ഞാൽ നമുക്കൊരു AAPCയുടെ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. ഈ സർട്ടിഫിക്കേഷനിൽ വർഷം റിന്യൂ ചെയ്യണം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രോബ്ലം ആയിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഞങ്ങൾ കോഡർ ഹെൽത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കമ്പനിയാണ് ഇത് വർഷം റിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് അന്ന് തന്നെ അവരിത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാനിതിൽ തന്നെ ഈ കോഴ്സ്, അതായത് ഞാൻ ഈ മെഡിക്കൽ കോഡിംഗ് എന്നുള്ള ഫീൽഡിൽ തന്നെ നിൽക്കണം എന്നുണ്ടെങ്കിൽ, എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് റിന്യൂവൽ ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ നിന്ന്, അതായത് ജോലി ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഇത് അടയ്ക്കണം ഇതിനുള്ള പൈസ. കാരണം ഇത് വർഷത്തിൽ റിന്യൂ ചെയ്താൽ മാത്രമേ ഇതിൽ ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അത് ഇതിൻ്റെ വലിയൊരു പ്രശ്നമാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടുത്തെ ഗവൺമെൻറ്റിനോടാണ്. അതായത് ഞങ്ങളുടെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് ഞങ്ങൾക്ക് ന്യായമായ കോമ്പൻസേഷൻ വാങ്ങി തരണം. ഇനി ഇതേപോലെ മറ്റ് കമ്പനികളിലും ഉണ്ടാവാതെ നോക്കാൻ വേണ്ടിയിട്ടും കൂടി ഇത് പ്രയോജനപ്പെടും.